ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഞാനിന്ന് കൂണും മുട്ടയും വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. ഞാനിന്ന് നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ കിട്ടുന്ന നാടൻ കൂണ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റിയാണ്. അത്രയും ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും പുറത്തുനിന്ന് മേടിക്കുന്ന കൂണ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ കൂണ്. ഈ ഒരു കൂണ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇത്രയും വലുതായിട്ടൊക്കെയാണ് കട്ട് ചെയ്തേക്കുന്നത്, പക്ഷേ അത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് ചെറുതായി പോകും. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി ഒരു 8-10 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, അതേപോലെ തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് 1-2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി, അങ്ങ് വല്ലാണ്ട് മുരിഞ്ഞു പോകുമൊന്നും വേണ്ട. അത് കഴിഞ്ഞാൽ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മല്ലിപ്പൊടി ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മുളക് പൊടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ കൂണ്, മഞ്ഞൾപ്പൊടി തിരുമ്മി മാറ്റി വെച്ചിരുന്ന കൂണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇന്ന് തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങും. മൂടി വെച്ചാൽ മതി, വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇടയ്ക്ക് ഇത് തുറന്ന് ഇളക്കിയിട്ട് നോക്കുക. കണ്ടോ, വെള്ളം തന്നെ വന്നിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ വറ്റിച്ച് കൂണൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2-3 പിടി തേങ്ങ ചെരുവിയതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂടി വയ്ക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്കൊരു 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതാണ്, കുറച്ച് ഉപ്പും ചേർത്ത്. അതൊന്ന് സാധാരണ നമ്മൾ മുട്ട ചിക്കി എടുക്കുന്നത് പോലെ ചിക്കി എടുക്കുക. ആദ്യം ഈ മുട്ടയൊന്ന് അത്യാവശ്യം ഒന്ന് കുക്കായതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള കൂണുമൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എന്തുമാത്രം ഇതിൻ്റെ വലിപ്പം കുറയ്ക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. മുട്ട ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇത് മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കി എടുക്കുക. അതിനുശേഷം ഈ കൂണും മുട്ടയും കൂടെ കുറച്ച് നേരം ഒന്ന് ഒരുമിച്ചൊന്ന് കുറച്ച് നേരം സോട്ട് ചെയ്തെടുക്കണം. ഏറ്റവും അവസാനം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്